കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് SBI ക്ലർക്കിൻ്റെ മെയിൻസ് ചെയ്ത് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വർഷം ഇനി വരാനിരിക്കുന്ന ബാങ്ക് SSC എക്സാംസിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി ഇതിൻ്റെ എല്ലാം ഷെഡ്യൂൾ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആദ്യം SSCയുടെ കാലണ്ടർ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം കിടക്കുന്ന 3 ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമാണ്. അവിടെ നമുക്ക് തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് ആദ്യം വരുന്നത് അടുത്ത ഫേസ് SSCയുടെ സെലക്ഷൻ പോസ്റ്റ് എക്സാമാണ്. നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ടെൻറ്റേറ്റീവ്ലി 16th ഏപ്രിൽ 15 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡേറ്റ് കിടക്കുന്നത് ജൂൺ ജൂലൈക്ക് എൻ്റെ എക്സാം വരിക. അടുത്തത് CGL ഡേറ്റ് കിടക്കുന്നത് ജൂൺ ജൂലൈ 2025. അത് ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അടുത്തതായിട്ട് SI നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് 16th മെയ്, എക്സാം ജൂലൈ ഓഗസ്റ്റാണ് കിടക്കുന്നത്. CHSL 27th മെയിലാണ് നോട്ടിഫിക്കേഷൻ, എക്സാം ജൂലൈ ഓഗസ്റ്റ് 2025. MTS 26 ജൂണിലാണ് വരിക, അപ്പോൾ കുറച്ചുകൂടെ ടൈമുണ്ട്. സെപ്റ്റംബറിൽ ഒക്ടോബറിലായിരിക്കും എക്സാം. ഓക്കെ, പിന്നെ സ്റ്റെനോഗ്രാഫറിൻ്റെ ഡേറ്റ് കിടപ്പുണ്ട്, ഒക്ടോബർ നവംബറിലായിരിക്കും എക്സാം. പിന്നെ JEE ഡേറ്റ് കിടപ്പുണ്ട്, ഒക്ടോബർ നവംബറിലായിരിക്കും എക്സാം. പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഒക്ടോബർ നവംബറിലായിരിക്കും എക്സാം. കോൺസ്റ്റബിൾ, ഡൽഹി പോലീസിൻ്റെ കോൺസ്റ്റബിൾ നവംബർ ഡിസംബറിലായിരിക്കും എക്സാം വരിക. പിന്നെ അടുത്തത് കോൺസ്റ്റബിൾ ഡ്രൈവർ, അത് വരുന്നത് നവംബർ ഡിസംബറിലേക്ക് എക്സാം വരിക. ഇനി ഹെഡ് കോൺസ്റ്റബിൾ ഡൽഹി പോലീസ്, അത് വരുന്നത് ഡിസംബർ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ, അതുപോലെ ടെലിപ്രിൻ്റർ ഓപ്പറേറ്റർ, അതിൻ്റെയൊക്കെ എക്സാം വരുന്നത് ഡിസംബറിലാണ്. പിന്നെ ഗ്രേഡ് C സ്റ്റെനോഗ്രാഫർ, ഓക്കെ, അത് ഡിപ്പാർട്ട്മെൻറ്റലാണ്, വിട്ടേക്കുക. അടുത്തത് GD കോൺസ്റ്റബിൾ മാർച്ച് 2026. എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നവംബറിലായിരിക്കും. ഓക്കെ, ടൈമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസാണ് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പാകത്തിന് കിടക്കുന്നത്. അപ്പോൾ ഡേറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏപ്രിലാണ് സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക, ജൂണിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജൂണിൽ സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം ഉണ്ട്. CGL ജൂൺ ജൂലൈയിൽ എക്സാം ഉണ്ടാവും. പിന്നെ SI ഡൽഹി പോലീസ് SI ജൂലൈ ഓഗസ്റ്റിലുണ്ടാവും. CHSL ജൂലൈ ഓഗസ്റ്റിലുണ്ടാവും. അപ്പോൾ ഒരു ജൂൺ തൊട്ട് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏപ്രിലാണ് നിൽക്കുന്നത്. ഏപ്രിൽ മെയ് ജൂൺ 3 മാസം ഇനി എക്സാമാണ്. ഓക്കെ, അപ്പോൾ അത്രയും ടൈം കൊണ്ട് ഇതിനൊക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് സെറ്റായിട്ട് ചെയ്യണം. എന്നാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ് CGL അല്ലേ. സോ 2 ടയറുണ്ട്. ടയർ 1ൻ്റെ സ്കോർ പിന്നെ എടുക്കത്തില്ല, ടയർ 2ൻ്റെ സ്കോർ ആയിരിക്കും ഫൈനൽ സെലക്ഷൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇപ്പോഴേ പഠിച്ച് സെറ്റ് ചെയ്താലേ ആ ടൈം ആകുമ്പോഴത്തേന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു റിമൈൻഡറായിട്ട് കണ്ടാൽ മതി. അടുത്തായിട്ട് നമുക്ക് ബാങ്ക് എക്സാമിനെ പറ്റി നോക്കാം. ബാങ്കിൽ ആദ്യം വരുന്നത് നമുക്കറിയാം RRB ആണ്, അതായത് റൂറൽ ബാങ്കിൻ്റെ എക്സാംസാണ് ആദ്യം വരിക. ആദ്യം വരുന്നത് റൂറൽ ബാങ്ക് ഓഫീസർ, അതായത് RRB PO ആണ് ആദ്യം വരുന്നത്. അതിൻ്റെ ഡേറ്റ് നിങ്ങൾ കണ്ടോ, എക്സാം ഡേറ്റ് കിടക്കുന്നത് 27/7/2025, അതായത് ജൂലൈയിലായിരിക്കും. ജൂലൈ അവസാനം അതുപോലെ ഓഗസ്റ്റ് ആദ്യമായിട്ടായിരിക്കും ഇതിൻ്റെ പ്രീ എക്സാം നടക്കുക. ഓക്കെ, ഇനി മെയിൻ എക്സാം വരുന്നത് 9 മാസം. ഓക്കെ, അതായത് സെപ്റ്റംബറിൽ. ഓക്കെ, അപ്പോൾ ജൂലൈയിൽ പ്രീ എക്സാം, സെപ്റ്റംബറിൽ മെയിൻ എക്സാം. അടുത്തത് ക്ലർക്ക്, RRB ക്ലർക്ക് ഡേറ്റ് വരുന്നത് 30/8, അതായത് ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ ആദ്യമായിട്ട് പ്രിലിംസ് കിടക്കും, നവംബർ മാസത്തിൽ മെയിൻസ് കിടക്കും. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ടൈം ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ ടൈമില്ല. ഇതിപ്പോൾ ഏപ്രിൽ അല്ലേ, മെയ് ജൂൺ ജൂലൈ. അപ്പോൾ മെയ് ജൂൺ കഴിഞ്ഞപ്പോൾ എൻ്റെ ജൂലൈ തൊട്ട് ബാങ്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏപ്രിലായി, മെയ് ജൂൺ ജൂലൈ, ഇതുപോലെ തന്നെ ഒരു 4 മാസം നമുക്ക് എക്സാമാണ്. പിന്നെ വരുന്നത് IBPS PO, അതിന് ഡേറ്റ് കിടക്കുന്നത് 10 മാസമാണ്, അതായത് ഒക്ടോബറിലാണ് എക്സാം. പക്ഷേ ഒക്ടോബറിലാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പോഴേ പഠിച്ച് സെറ്റായാലും നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മെയിൻസുകളൊക്കെ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് മെയിൻസിന് പഠിക്കാൻ നോക്കിയാൽ തീരത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സാമൊക്കെ ഇതിപ്പോൾ ഒക്ടോബറിലാണ് ഈ IBPS PO നടക്കുന്നത്.
അതുപോലെ IPS ക്ലർക്ക് കിടക്കുന്ന ഡിസംബറിലാണ്. ടൈം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ വെറുതെ ഇരുന്നിട്ടൊരു കാര്യമില്ല. ആ ടൈമിൽ നമ്മൾ കിടന്ന് ഓടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിലിംസ് മാത്രം ക്രാക്ക് ചെയ്താൽ പോരാ, മെയിൻസും കൂടെ ക്രാക്ക് ചെയ്യണ്ടേ. അപ്പോൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ എക്സാംസിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ വർഷത്തെ ഷെഡ്യൂളാണെങ്കിൽ SBI വരുന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷമായിരിക്കും. ഓക്കെ, അതായത് 2026 ചിലപ്പോൾ നമ്മൾ SBIയുടെ എക്സാംസ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അറിയത്തില്ല, ഇവർ മനഃപൂർവ്വം ലിറ്റാക്കുന്നതാണ്. യൂഷ്വലി ഒരു 2-3 വർഷം, ഒരു 3-4 വർഷമൊക്കെ മുമ്പ് SBIയുടെ എക്സാംസ് ആയിരുന്നു ആക്ച്വലി ആദ്യം വന്നത്. ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേന് SBIയുടെ പ്രിലിംസൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ SBI കണ്ടമാനം ലേറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജൂണിൽ ബാങ്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് നിന്ന് തരാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. ഓൾസോ ഫോർ SSC. ഓക്കെ, യെസ്. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മളൊരു സ്റ്റഡി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ വർഷത്തെ അപ്കമിങ് എക്സാംസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക. ബാങ്ക് നോക്കുന്നവർ ബാങ്കിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, SSC നോക്കുന്നവർ SSCയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഫീയും കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്റ്റഡി ഗ്രൂപ്പ്, നമുക്ക് ഓൾറെഡി ഒരു പബ്ലിക് ഗ്രൂപ്പുണ്ട്. ഓക്കെ, അതിനകത്ത് ആണ് നമ്മുടെ നോട്ടീസസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നത്, നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സൊക്കെ നമ്മൾ അതിനകത്ത് ഇടുന്നത്. അതുകൂടാതെ നമുക്ക് എക്സാമിന് ഫോക്കസ് ചെയ്ത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, ഓക്കെ, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ മാത്രം എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് ഡെയിലി ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ടൈം കിട്ടുവാണെങ്കിൽ നമുക്കതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള ലെവലിൽ ആയിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് ഡിസ്കഷൻസ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വർഷം തന്നെ, ഓക്കെ, ഈ വർഷം നമുക്ക് മിനിമം ബാങ്കിങ് നോക്കുവാണെങ്കിൽ ക്ലറിക്കൽ ലെവലെങ്കിലും നമുക്ക് കയറാൻ പറ്റുന്ന ഭാഗത്തിന്, അതുപോലെ SSC നോക്കുകയാണെങ്കിൽ മിനിമം MTS എങ്കിൽ MTS കയറാൻ പറ്റുന്ന ലെവലിലായിരിക്കും നമ്മൾ ആ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് നാളുകളായിട്ട് ഈ എക്സാംസിൻ്റെ പുറകെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ ചാനലിൽ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇന്നേ വരെ, അതായത് ശരിക്കും എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും നമുക്കതിലൊരു മാറ്റം വരുത്തണം. ഓക്കെ, അപ്പോൾ അപ്കമിങ് ആയിട്ടുള്ള ഇനി ഈ വർഷം വരാനിരിക്കുന്ന ബാങ്ക്, അതുപോലെ SSC, അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എന്തായാലും കുറേ പേർക്ക് ജോലി കിട്ടണം. ഓക്കെ, അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, യെസ്. ഇനി ആക്ച്വലി കുറച്ച് നാളായിട്ട് കുറച്ച് എക്സാംസും അതുപോലെ ജോബ് ഓറിയൻ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ഇത്തിരി തിരക്കിലായിപ്പോയി. എന്തായാലും ഇനിയിപ്പോൾ ഫുള്ളി ഫ്ലെഡ്ജിലായിട്ട് നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വൈകാതെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.